മൺഡേ റൂട്ടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയുടെ തുടർച്ചയായി ഇന്ന് പറയുന്നത് സ്വപ്നഭവന നിർമ്മാണത്തിന് ഇറങ്ങിക്കഴിയുമ്പോൾ നമ്മളെ കബളിപ്പിക്കുവാൻ ഇടയുള്ളതും ധാരാളം പേർ കബളിപ്പിക്കലിന് വിധേയമായിട്ടുള്ളതുമായ കുറേ സാഹചര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചാണ്. അത് മുൻകൂട്ടി അറിഞ്ഞിരുന്നാൽ ഒരു മുൻകരുതൽ മനസ്സിൽ കരുതുവാൻ വേണ്ടിയാണ് ഇത് പറയുന്നത്. ഏറെ ആളുകൾക്ക് അബദ്ധങ്ങൾ പിണഞ്ഞിട്ട് കഷ്ടവും നഷ്ടവും പണികളെല്ലാം നിർത്തിവെക്കുകയും ഒക്കെ ചെയ്യേണ്ടി വന്നിട്ടുള്ള കുറേ സാഹചര്യങ്ങളുണ്ട്. അത് നമുക്ക് ഉണ്ടാകരുത്. അതിനുവേണ്ടി നാം ഇക്കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ ഒന്നാമതായി നല്ല ഒരു ആർക്കിടെക്ചറിനെ കാണുകയാണ് വേണ്ടത്. നമ്മുടെ ബഡ്ജറ്റും ആവശ്യവും അദ്ദേഹവുമായി പങ്കുവയ്ക്കുക. പല പല പ്ലാനുകൾ കണ്ട് ഒരെണ്ണം നമുക്ക് വേണ്ടി ഉറപ്പിക്കുക. ഏത് സ്ഥലത്താണ് നിർമ്മിക്കുന്നതെന്ന് ആർക്കിടെക്ചറുമായി സംസാരിച്ച് തീരുമാനിക്കുക. ആ സ്ഥലത്ത് നിന്നുകൊണ്ട് തന്നെ ഭവനം ഒന്ന് ഭാവനയിൽ കാണുകയും വേണം. അപ്പോഴാണ് നമുക്ക് ഒരു കോൺഫിഡൻസ് വരിക. അടുത്തതായി ലേ ഔട്ട് തയ്യാറാക്കുകയാണ്. അത് ആർക്കിടെക്ചറും പണിക്കാരും കൂടി ചെയ്തു കൊള്ളും. കുറ്റിവയ്പ്പെന്നാണല്ലോ ഇതിന് നാട്ടിൽ പറയുന്നത്. ചിലപ്പോൾ കണക്കുകാരനായ ഒരു ആശാരി ആയിരിക്കും ആർക്കിടെക്ചറുടെ ജോലി ചെയ്യുന്നത്. വാസ്തുശാസ്ത്രപ്രകാരമുള്ള അളവുകളാണ് സ്വീകരിക്കുന്നത് എങ്കിൽ അളവിൽ ഒരു കാരണവശാലും മാറ്റങ്ങൾ ഉണ്ടാവാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. പരമാവധി സമചതുര കണക്ക് തന്നെ സ്വീകരിക്കണം. ദീർഘചതുരമായാൽ സാധനങ്ങൾ കൂടുതൽ വാങ്ങേണ്ടി വരും. കൂലി ചിലവും ഗണ്യമായി കൂടുന്നതായി അനുഭവസ്ഥരും കണക്കുകളും നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. വേണ്ടത്ര പ്രാർത്ഥനകളും പൂജകളും അവരവരുടെ വിശ്വാസം പോലെ ചെയ്യുക. അടുത്തത് വാനം തോണ്ടൽ ആണ്. പണ്ടൊക്കെ ആൾക്കാർ നിന്ന് കിളച്ച് കുഴിച്ച് മണ്ണ് മാറ്റണമായിരുന്നു. ഇപ്പോൾ തരാതരം പോലെയുള്ള മണ്ണുമാന്തി യന്ത്രങ്ങൾ സൗകര്യമായി ലഭിക്കും. ഇതിൻ്റെയൊക്കെ റേറ്റ് 2-3 ടീമുകളുമായി ചോദിച്ച് മനസ്സിലാക്കി വേണം ഒരാളെ ഏൽപ്പിക്കേണ്ടത്. നമുക്ക് ഇതിനെക്കുറിച്ച് യാതൊന്നും അറിയില്ല എന്ന് അവർക്ക് ഒരിക്കലും സംശയം തോന്നാത്ത വിധമായിരിക്കണം ഇടപെടേണ്ടത്. ഇല്ലെങ്കിൽ ഇവിടം മുതൽ കബളിപ്പിക്കൽ ആരംഭിച്ചിരിക്കും. അടുത്തതായിട്ട് കരിങ്കല്ല് വാങ്ങലാണ്. ഇതിന് അത്യാവശ്യം ചില അറിവുകൾ അതുമായി ബന്ധപ്പെട്ടവരുമായി ചോദിച്ച് മനസ്സിലാക്കി വയ്ക്കണം. ഇതൊക്കെ നമ്മുടെ ഭവന സ്വപ്നം വെളിപ്പെടുത്തരുത്. ഒരു കാരണവശാലും നമ്മൾ ഉടനെ ഒരു വീട് പണിയാൻ പോകുന്നു, ഇപ്പോൾ തന്നെ സാധനങ്ങളെല്ലാം വാങ്ങും എന്നൊന്നും അവർക്ക് തോന്നാൻ ഇടവരാത്ത തരത്തിൽ വേണം അവരോട് ഇടപെടേണ്ടത്. അതിന് ഈ സാധനങ്ങളെല്ലാം ഏതെങ്കിലുമൊക്കെ ലോറിയിലായിരിക്കുമല്ലോ കൊണ്ടുവരുന്നത്. അപ്പോൾ ലോറിയുടെ അളവ് കണക്കാക്കിയാണ് വില. സാധാരണ ലോറിയിൽ 200 ക്യൂബിക് അടിയും ഇടത്തരം ലോറിക്ക് 150 ക്യൂബിക് അടിയും ചെറുതിന് 120 ക്യൂബിക് അടിയും എന്നൊക്കെയാണ് അവകാശപ്പെടുന്നത്. ഇത് കണക്കാക്കുന്നത് ലോറിയുടെ പ്ലാറ്റ്ഫോമിൻ്റെ നീളം, അതായത് ഉൾ അളവ് എടുക്കണം. നീളം ഗുണം വീതി ഗുണം ഉയരം സമം ക്യൂബിക് എത്രയെന്ന് കിട്ടും. ഇത് അടിക്കണക്കിനാണെങ്കിൽ ക്യൂബിക് അടി അല്ലെങ്കിൽ CFT എന്നും
മീറ്ററിലാണെങ്കിൽ ക്യൂബിക് മീറ്റർ എന്നും പറയും. ഈ അളവിൽ ഫുൾ ആയി നിറയ്ക്കുമ്പോഴാണ് ഈ അളവ് പറയുന്നത്. അല്ലാതെ വള്ളം പോലെ താഴ്ത്തിയും അരികുകളിൽ ഇടാതെ നടുക്ക് മാത്രം കൂന കൂട്ടിക്കൊണ്ടു വരുന്നതുമല്ല. നിരന്തരം നിറച്ച് തരുന്ന അളവിനെയാണ് ഇങ്ങനെ പറയുന്നത്. ഇതും നമ്മളെ അന്യായമായി പറ്റിക്കുന്ന സന്ദർഭമാണ്. വലിയ വർക്കുകളാണെങ്കിൽ എഞ്ചിനീയർമാർ വന്ന് അളന്ന് നോക്കി മാത്രമേ പണം നൽകുകയുള്ളൂ. എന്നാൽ നമ്മൾ ചെറിയ ഒരു വീടുണ്ടാക്കുമ്പോൾ അളക്കുന്നതൊന്നും പ്രായോഗികമല്ല. എന്നാലും ചില വിദ്യകളൊക്കെ ഉണ്ട്. കൂട്ടി വച്ചിരിക്കുന്ന മണലിൻ്റെ ഉയരത്തിൻ്റെ പകുതി കണക്കാക്കി അളവ് എടുത്ത് ഗുണിക്കുന്നതാണ് അത്. ലോറിയുടെ സൈഡ് ബോഡിയുടെ മുകളിൽ ഒരു പലക കൂടി വച്ച് ഉയരം കൂട്ടി കാണിക്കും. ലോഡ് വരുമ്പോൾ ഈ പലക ഊരി മാറ്റിയിരിക്കുകയും ചെയ്യും. അതുപോലെ കരിങ്കല്ല്, മണൽ അതുപോലെ നിറയ്ക്കുവാൻ കഴിയുകയില്ല. കരിങ്കല്ലിനെ പോലെ മണൽ നിറയ്ക്കുവാൻ പറ്റുകയുമില്ല. അപ്പം മണൽ നന്നായി നിറയുന്നത് പോലെ കരിങ്കല്ലൊട്ട് നിറയുകയുമില്ല. ഇടയിലെല്ലാം ധാരാളം ഗ്യാപ്പ് വരും. അത് മനഃപൂർവ്വം കരിങ്കല്ല് കുത്തി നിർത്തി അകം ഗ്യാപ്പ് കൂടുതൽ വരുത്തി ഉയരം കൂട്ടിക്കാണിച്ച് കൊണ്ടുവരും. വേറെ ചില വിദ്വാൻമാർ 2 ടയറുകൾ അതിനകത്ത് ഇട്ടേക്കും. ഇവരൊക്കെ രാത്രിയിൽ മാത്രമേ ലോഡുമായി വരികയുള്ളൂ. ഇരുട്ടിൽ എന്ത് കാണാനാകും? ഈ ചതിക്കുഴികളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് ഈ പാറമടയിലൊക്കെ ഒന്ന് പോയി കണ്ടു മനസ്സിലാക്കാവുന്നതും പരിചയക്കാരുണ്ടെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കുന്നതും നല്ലതാണ്. മണൽ കൂനയായി കൊണ്ടുവന്നാൽ അത് ഏറ്റവും ഉയരം കൂടിയ സ്ഥലത്ത് ഒരു കമ്പി കുത്തിയിറക്കി അളവെടുക്കുന്ന രീതിയും നിലവിലുണ്ട്. പിന്നെ കെട്ടിൻ പുറത്ത് അളന്ന് കണക്കാക്കിയും ഇടപാടുകൾ നടക്കുന്നുണ്ട്. ഈ കെട്ടിൻ പുറത്തെ അളവ് സമ്പ്രദായം ആർക്കും ഒരു കുഴപ്പവും നഷ്ടവും വരാത്തതാണ്. അടുത്തതായി മണലിൻ്റെ കാര്യമാണ്. പുഴമണൽ നല്ലതെന്ന ധാരണ തെറ്റാണ്. പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഒന്നുകൂടി പറയാം. എം സാൻഡും പി സാൻഡും ഇത് രണ്ടുമാണുള്ളത്. എം സാൻഡ് എന്ന് പറഞ്ഞാൽ മാനുഫാക്ചേർഡ് സാൻഡ് എന്നാണ്. ഇപ്പോൾ പി സാൻഡ് എന്ന് പറഞ്ഞാൽ പുഴമണലാണോ എന്ന് തോന്നാം. എന്നാൽ പ്ലാസ്റ്ററിംഗ് സാൻഡ് എന്നാണ് പി സാൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എം സാൻഡിന് തരി കൂടുതലാവും, ചരൽ എന്നും പറയാറുണ്ട്. അതിൻ്റെ തരിയുടെ അളവ് 1.50 mm മുതൽ 4.75 mm വരെയാണ്. എന്നാൽ പി സാൻഡിന് 1.50 mm മുതൽ 2.36 mm വരെയുമാണ്. ഇതിനുള്ള നാടൻ ടെസ്റ്റ് ഇങ്ങനെയാണ്. എം സാൻഡ് കൈകൊണ്ട് വാരിയിട്ട് തിരിച്ചിട്ടാൽ കയ്യിൽ പൊടി പറ്റിയിരിക്കുന്നുവെങ്കിൽ അത് അത്ര നന്നല്ല എന്നും, അല്പം പോലും പൊടി കയ്യിൽ പറ്റിയിരിക്കുന്നില്ലെങ്കിൽ നല്ല മണലാണെന്നും അനുമാനിക്കാവുന്നതാണ്. പിന്നെ മറ്റ് ലാബ് ടെസ്റ്റുകളൊക്കെ നിലവിലുണ്ട്. ഫാക്ടറിയിൽ നിന്നും വാങ്ങുമ്പോൾ കൃത്യമായ അളവിലാണ് തരുന്നത്. അതിന് ബില്ലും ഉണ്ടാവും. എന്നാൽ ചിലരെങ്കിലും ബില്ല് തരാതെയും അളവിൽ കുറച്ച് വാങ്ങിയിട്ട് നമ്മളെ പറ്റിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനും ഒരിക്കലെങ്കിലും അവിടെ സന്ദർശിക്കുകയോ ബില്ല് ആവശ്യപ്പെടുകയോ നിർബന്ധമായും ബിൽ കൊണ്ടുവരണമെന്ന് പറഞ്ഞു വിടുകയും ചെയ്യാം. ഇനിയുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ പറയുന്നതാണ്. ഇപ്പോൾ തന്നെ ചതിക്കുഴികൾ എവിടെയെല്ലാം എന്ന് ഒരു ഏകദേശ രൂപം മനസ്സിലായി കാണുമല്ലോ. ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളുമായി വീണ്ടും വരും വരേക്കും ഏവർക്കും നന്ദി, നമസ്കാരം. വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ ദയവായി സബ്സ്ക്രൈബ് കൂടി ചെയ്യണമെന്ന്, അതിനോടൊപ്പം ബെൽ ബട്ടൺ കൂടി അമർത്തുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു.